ഹലോ ഗായ്സ്, അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഒരു പെർഫെക്റ്റ് ഐലൈനർ വരച്ച് കിട്ടാൻ പറ്റില്ല. അപ്പം ഒരു കണ്ണിൽ ശരിയായ അടുത്ത കണ്ണിൽ വേറെ എങ്ങനെയെങ്കിലും കിട്ടുക. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് രണ്ട് കണ്ണിലും ഒരുപോലെ തന്നെ നല്ല രസത്തിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ അടിപൊളിയായിട്ടൊരു വിങ് ലൈനിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്ത്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു അടിപൊളി ലൈനിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഐ ലുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ആകെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹിമാലയൻ്റെ കാജലും, പിന്നെ നമ്മളെല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ലാക്മേൻ്റെ ഐലൈനറും. സോ ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐ ലുക്ക് ചെയ്യുന്നത്. ഒരു പെർഫെക്റ്റ് വിങ് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് അവിടെ ചെയ്യാനൊരു റെഫറൻസ് വെക്കുക. അതായത് നമ്മളൊരു ഔട്ട്ലൈൻ പോലെ ചെയ്ത് വെക്കുക. അതിനായിട്ട് നമ്മൾ ഹിമാലയൻ്റെ കാജൽ എടുക്കുക. പിന്നെ നമ്മളുടെ കണ്ണിൽ തന്നെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മളുടെ ഈ 2 കണ്ട ഔട്ട്ലൈനിൽ താഴത്തെ ഔട്ട്ലൈനായിട്ട് ഈ കാണുന്ന ഈ ഒരു ഔട്ട്ലൈൻ വെയിറ്റ് ചെയ്യേ, ഈ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് വിങ് കിട്ടും. ജസ്റ്റ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഒരു ബിഗിനർ ആണെങ്കിൽ ഇതുപോലെ ഒരു കാജൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ കാജൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഫൈനായിട്ട് കിട്ടും. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ആ താഴത്തെ ലൈൻ ജസ്റ്റ് ഒന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മൾ നോക്കേണ്ട ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു ഐലൈനർ, ഒരു ലിക്വിഡ് ലൈൻ വെച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതും 2 സൈഡിലും ഒരുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ലാക്മേൻ്റെ ലിക്വിഡ് ഐലൈനർ എടുക്കുക. ഐലൈനർ എടുത്തതിന് ശേഷം നമ്മൾ വരച്ച ആ റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളതത് ട്രേസ് ചെയ്യുന്ന പോലെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ലൈൻ കിട്ടും. അതായത് നമ്മുടെ കണ്ണുമായിട്ട് ജോയിൻ ചെയ്തൊരു പെർഫെക്റ്റ് വിങ് അവിടെ കിട്ടും. ഇനി നമുക്ക് ആകെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും നമ്മളിപ്പം വരച്ച വിങ്ങും നമ്മളൊന്ന് ജോയിൻ ചെയ്യുക. ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അന്നേരം തന്നെ നമ്മളുടെ ഏറ്റവും ഹാർഡായിട്ട് നമ്മൾ കണക്കൂട്ടിയിരുന്ന ആ ഒരു പാർട്ട് കഴിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു പെർഫെക്റ്റ് വിങ് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം, അതായത് ഇനി കുറച്ച് തിക്കായിട്ടാണോ, കുറച്ച് ബ്രോഡായിട്ട്, അല്ലെങ്കിൽ കുറച്ച് തിന്നായിട്ട് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആ ഇന്നർ കോർണറിൻ്റെ ഭാഗത്തോട്ട് കുറച്ചുകൂടി ഒന്ന് തിക്കായി കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. സോ നല്ല രീതിയിലൊന്ന് തിക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ തിക്കായിട്ട് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കാജൽ ഉപയോഗിച്ച് നമ്മൾ താഴത്ത് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രസത്തിലാണ് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് ഈ കാജൽ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചുകൂടി നീറ്റ് ലുക്കിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു സ്മജ്ഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആ ചെയ്ത വിങ്ങില്ലേ, ആ വിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് നമ്മളിങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ഒരു വലുപ്പമുള്ളതായിട്ട് ഫീൽ ചെയ്യും. നല്ല രസമാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. സ്മജ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് അവിടുത്തെ ലൈറ്റ് പോയി, അതാണ് അവിടെ കുറച്ചും കൂടി ക്ലാരിറ്റി കുറഞ്ഞത്. ഇതുപോലെ ഒന്ന് കണ്ണിൻ്റെ താഴത്ത് ഫുള്ളായിട്ടൊന്ന് എഴുതി കൊടുക്കുക. സോ ഇപ്പം തന്നെ കണ്ടോ, നല്ലൊരു ലുക്കാണ്. നമുക്കൊരു കണ്ണ് നല്ലൊരു അറേബ്യൻ ലുക്ക്, അതായത് നല്ലൊരു എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ളൊരു ലുക്കാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ലുക്ക് കഴിഞ്ഞിട്ടില്ല. സോ ഇനി അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ കോർണർ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇന്നർ കോർണറിന് നമുക്ക് റെഫറൻസ് ലൈൻ പോലെ നമ്മളുടെ ഈ കണ്ണിൻ്റെ മോൾ ഭാഗം എൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അവിടെ ഒരു ലൈനിങ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ ഉണ്ട്. അപ്പം നമ്മൾ ആ ലൈൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അവിടെ ആ മുകളിലുള്ള ആ ലൈൻ, ഇപ്പോൾ ഞാൻ ആ ബ്രഷ് കൊണ്ട് കാണിച്ച ആ ലൈൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാജൽ വെച്ച് വരച്ചിട്ട് എന്നിട്ടാണ് ഐലൈനർ കൊണ്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഐലൈനർ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്ര എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ എൻ്റെ കണ്ണ് കുറച്ചും കൂടി ഒരു ചെറിയ കണ്ണായതുകൊണ്ട് തന്നെ കുറച്ചൊരു വലിയ ലുക്ക് കിട്ടാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ട് ഇപ്പം തന്നെ കണ്ണ് നല്ലൊരു വലിയ കണ്ണായ ഫീൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്. ഇന്നർ കോർണർ ചെറുതും പിന്നെ വിങ് കുറച്ച് വലുതും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ണ് ടോട്ടലി നോക്കുമ്പോൾ നല്ല വലുപ്പമുള്ള കണ്ണ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് സ്മജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്മജ് ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം.
ഇനി ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് മസ്കാര അപ്ലൈ ചെയ്യുക. കുറച്ചും കൂടി ലാഷസും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാകും. അത് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്ക് കുറച്ച് ലാഷസ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെബ്ലിൻ കൊളോസലിൻ്റെ മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. അതപ്പോൾ കുറച്ച് വോളിയം കിട്ടും, അതുപോലെ തന്നെ ലെങ്ത്തും കിട്ടും. അപ്പം ആ ഒരു മസ്കാര ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കേളൊന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ നെക്സ്റ്റ് കണ്ണിലും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഐ നല്ല രസമല്ലേ കാണാനായിട്ട്. ചെറിയ കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ല, നമ്മളിപ്പോൾ ഒരു ഔട്ട്ലൈൻ വരച്ചതേ ഉള്ളൂ. അതായത് നമ്മുടെ കണ്ണിലെ ഫീച്ചേഴ്സ് തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് വരച്ചു കൊടുത്തു. ഭയങ്കര ഈസി ആയിട്ടോ ചെയ്യാനായിട്ട്. എനിക്കിതിപ്പോൾ ക്യാമറയിൽ നോക്കി ചെയ്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണടയൊക്കെ നോക്കി ചെയ്യുന്ന സമയത്ത് നല്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല രസമാണ് ചെയ്ത് കഴിഞ്ഞാൽ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടുമോ, എങ്ങനെയുണ്ട്, രസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.